Hey, what's up, guys? Hello, guys. Good morning. So, ഇന്നത്തെ ഒരു ദിവസം എങ്ങനെയാണ് കാണിക്കാൻ ഈ വീഡിയോ. Hello, guys. Welcome to my YouTube channel. Today, I'm gonna be show you what I'm doing in a day. How was my day? അപ്പോൾ ഇന്നത്തെ എൻ്റെ ദിവസം എങ്ങനെയാണ് നിങ്ങളെ കാണിക്കുമ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഈസ് മീ അഭിരാം സുഭാഷ്. യു കെൻ കോൾ മീ അഭിരാം റബി. അപ്പോൾ എന്താ പറയുക, ഹൗ വാസ് മൈ ഡേ അല്ലെങ്കിൽ വാട്ട്സ് ഐം ഡൂയിങ് ഇൻ എ ഡേ. ഇത് സൺഡേ ആണ്. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ പറയാം. ലൈക്ക് സൺഡേ എങ്ങനെയാണ് എന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആക്ച്വലി ഞാനിപ്പോൾ ഒരു 10 മണിയൊക്കെ ആകാറാകുമ്പോഴാണ് എഴുന്നേക്കണത്. ബട്ട് ഇന്ന് 8 മണിയായപ്പോൾ എഴുന്നേറ്റു. സോ എന്താണെന്ന് അറിഞ്ഞോളാം. അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഗൈസ്. കഴിഞ്ഞ വീഡിയോയ്ക്കും കുഴപ്പമില്ലാതെ എനിക്ക് സപ്പോർട്ട് കിട്ടി. താങ്ക് യു സോ മച്ച്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, ഇപ്പോൾ ഇന്നിപ്പോൾ എഴുന്നേറ്റൊരു ഏകദേശം 2 മണിക്കൂറാവുന്നു. ഇതുവരെ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. നമുക്ക് നോക്കാം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. രാവിലെ നല്ല മഴയാണ്. മഴ നിന്നു, പക്ഷേ നല്ല തണുപ്പാണ്. അപ്പോൾ ഉച്ചയൊക്കെ ആകുമ്പോൾ കുളിക്കാം ഗൈസ്. അപ്പോൾ ഏതായാലും വരും. ഇപ്പോഴത്തെ കേരളത്തിലെ കാലാവസ്ഥ അനുസരിച്ച് രാവിലെ മഴ, ഉച്ചയ്ക്ക് വെയിൽ, വീണ്ടും വെയിൽ, മഴ അങ്ങനെയൊക്കെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. അപ്പോൾ അതാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇരുന്നൊന്ന് വെള്ളയപ്പം കടലക്കറിയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് പ്രൈമൽ മൂവി കണ്ടുകൊണ്ട് വെള്ളയപ്പം കടലക്കറിയും കഴിക്കാം. കുറേ നാളായി വെള്ളയപ്പം കഴിച്ചിട്ട്. ഇത് തന്നെ കാപ്പിയുണ്ട്. ഈ കോമ്പ് ഇഷ്ടമാണ്. ഇനിയും നാളെ പാലപ്പം ആയിരിക്കും അമ്മേ. കണ്ടോ, ഇനി നാളെ അങ്ങനെ ഡിഷൊക്കെ. നാളെ പാലപ്പം, ഈ മാവുണ്ടല്ലോ, ഇനി അങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ വീണ്ടും വെള്ളയപ്പം റിപ്പീറ്റ് അടിക്കാനുള്ള ചാൻസ് നന്നായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ കഴിച്ചിട്ട് നമുക്ക് ഇപ്പോൾ കഴിക്കും. ഇനി നമുക്ക് കുറച്ച് ഗെയിം കളിക്കാം. പക്ഷേ കാണിക്കാൻ പറ്റില്ല, കാരണം ഈ ഫോണിനകത്താണ് ഞാൻ ഗെയിം കളിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ കുറച്ച് ഫ്രീ ഫയർ ഒക്കെ വെച്ച് നേരം കളിക്കും ഗൈസ്. അപ്പോൾ അതൊക്കെ നമുക്ക് കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് കോയിനെ കളക്ട് ചെയ്യാൻ തോക്കൊക്കെ എടുത്തു. ഫ്രീ ഫയർ കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് പോയി കുളിച്ചാലോ. അപ്പോൾ നമ്മൾ താടിയൊക്കെ ഇച്ചിരി വളർന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഇപ്പോൾ ഷേവ് ചെയ്തേക്കാം. ലെറ്റ്സ് ഗോ ഗൈസ്. നമുക്കെങ്ങനെ അടിച്ച് നോക്കാം. ഇച്ചിരി എനിക്ക് ഏറ്റവും പാകമുള്ള സാധനമാണ് താടി പഠിക്കുന്നത്. അത്ര വശമില്ല അങ്ങോട്ട് ഗൈസ്. താടിയൊക്കെ അങ്ങനെ ഷേവൊക്കെ ചെയ്തിട്ടുണ്ട് ഗൈസ്. ഈ താടി ഷേവ് ചെയ്തപ്പോൾ എനിക്ക് വേറൊരു ഷേപ്പ് പോലെ തോന്നുന്നു. മുറിഞ്ഞും തോന്നണം, നീറുന്നു. ഈ ഗൈസ് ഇനി പോയി കുളിക്കാം. അതെ, എല്ലാവരും എന്താ ഇവിടെ എല്ലാവരും ഒക്കെ ഞാൻ കൊടുത്തിട്ട് വരാം. കുളിക്കുന്നിടത്തോളം അങ്ങ് വന്നേക്കും എല്ലാവരും ഇവിടെ. അത്ര ശരിയില്ല കേട്ടോ. അപ്പോൾ ആരും വിഷമിക്കേണ്ടത് ഇങ്ങോട്ട് നോക്കി പറയണം, എന്നെ നോക്കി പറയണോ, ക്യാമറ നോക്കി പറയണോ, ഭയങ്കര കൺഫ്യൂഷനാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ഡേ ഇൻ മൈ ലൈഫ് ഞാൻ തുറക്കാതെ വേറെ എന്താണെന്ന് പറഞ്ഞത്. കാരണം തുറക്കം വെച്ചായിരുന്നു ഒന്നാമത്തെ കാര്യം. കാരണം ഞാൻ ഫോൺ സെറ്റ് ചെയ്ത് ഞാൻ ഓർത്തു ഓക്കെ എണ്ണയ്ക്ക് വീഴും. അപ്പോൾ എന്നിട്ട് പെട്ടെന്ന് ഫോൺ ഓൺ ചെയ്തിട്ടാണ് എടുത്തത്. സോ അതുകൊണ്ടാണ് ഫസ്റ്റ് എന്താ പറയുക എനിക്ക് ഓർമ്മയില്ല. സോ എ ഡേ ഇൻ മൈ ലൈഫ്. 12:30 കഴിഞ്ഞിരിക്കും. നല്ല മഴയായിട്ടാണ് 12:30. ഗൈസ് നല്ല മഴയാണ്. എനിക്ക് കാണാവോ എന്ന് എനിക്കറിയില്ല, ഞാൻ കാണിച്ചു തന്നിട്ടേ. ഗൈസ് നല്ല മഴയാണ്. 12:30 സാധാരണ വെയിലൊക്കെയാണ്, പക്ഷേ മഴയൊക്കെ ഉണ്ട്. അങ്ങനെ ഗൈസ് അങ്ങനെ മഴയാണ് ഗൈസ്. വീട്ടിൽ കുറച്ച് പറക്കിരിപ്പുണ്ടായിരുന്നു. പിന്നെ 4-5 പറക്കിപ്പോൾ തിന്ന് തീർക്കും. ഒരു പാക്കറ്റുണ്ടായിരുന്നു. തീരുമാനമായിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഉച്ചക്കത്തെ ഊണിൻ്റെ സമയമായിരിക്കുകയാണ്. നമ്മൾ പയറും ചോറും മീൻ കറിയും. അങ്ങനെ ഉച്ചക്കത്തിൻ്റെ ഊണിൻ്റെ സമയം ആയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ചോറുണ്ണാം, ഇവിടെ ചോറണം. അപ്പോൾ ഗൈസ് ഞാൻ 5:15 ചോറുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല. നമ്മളിങ്ങനെ ഇരുന്നു, എന്ത് ചെയ്തു ഒന്നും ചെയ്തില്ല. TV കണ്ടു, കുറച്ച് റീൽസൊക്കെ കണ്ടു, അതിനൊക്കെ ഇങ്ങനെ പോകുന്നു. പ്രത്യേകിച്ച് നമുക്ക് ഒന്നും ഇവിടെ ചെയ്യാനില്ല ഗൈസ്. അതാണ് ഇത്. പണ്ട് ഡേ ഇൻ മൈ ലൈഫ് വേണമെങ്കിൽ ചെയ്യുകയാണെങ്കിൽ സ്കൂളിൽ പോകുമായിരുന്നു. അപ്പോൾ അതും പറ്റത്തില്ല, കാരണം സ്കൂൾ ലൈഫ് കഴിഞ്ഞു, +2 കഴിഞ്ഞു, ഇനി കോളേജിലേക്ക് പോകണം. അതൊക്കെയാണ് ഇനി പരിപാടികൾ. സോ പ്രത്യേകിച്ച് ഇനി ഒന്നും ഇല്ല ചെയ്യാൻ. ഇനി
അടുത്ത ഡേ ഇൻ മൈ ലൈഫ് എന്തെങ്കിലുമൊക്കെ തിരക്കുള്ള ദിവസം ഒന്ന് ചെയ്യാം, എന്നാലേ നിങ്ങൾക്കുള്ളൂ. സത്യം പറഞ്ഞാൽ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മൂവി ഉച്ചയൊക്കെ ആകുമ്പോൾ ഒരു സിനിമ തിയേറ്ററിൽ പോയി കാണാൻ വിചാരിച്ചു. പക്ഷേ ഒടുക്കത്തെ മഴ അതിനും സമ്മതിച്ചില്ല, അതുകൊണ്ട് അതിനും പോകാനും പറ്റിയില്ല. അതുകൊണ്ടൊക്കെ തന്നെ ഡേ ഇൻ മൈ ലൈഫ് ഇന്ന് തന്നെ ഷൂട്ട് ചെയ്തെന്ന് വിചാരിച്ചതും എടുത്തതൊക്കെ. പക്ഷേ മഴ കാരണം നമ്മുടെ ഡേ ഇൻ മൈ ലൈഫിൻ്റെ ഒരു രസം അങ്ങ് പോയി. അപ്പോൾ നമുക്ക് ചങ്ങനാശ്ശേരിക്കൊക്കെ ഒക്കെ പോകാമല്ലോ. അപ്പോൾ അവിടെയൊക്കെ നടന്ന് എന്തെങ്കിലുമൊക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചാണ് ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് നമുക്ക് മൂവിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ അതൊക്കെയാണ്. ഇവിടുന്ന് ഒരു പട്ടി കരയുന്നു, മീൻസ് പട്ടി കൂലി ഇടുന്നു, എവിടെയാണെന്ന് അറിഞ്ഞൂടാ, അവിടെ എങ്ങാണ്ടാണ്. സോ നിങ്ങൾക്ക് കേൾക്കില്ലായിരിക്കും, എനിക്കറിയത്തില്ല. അപ്പോൾ ഈ മുടി വെട്ടിയിട്ട് 2-3 ദിവസമായിട്ടുള്ളൂ. പക്ഷേ ഇനി അങ്ങോട്ട് ഈ മുടി വെട്ടി കഴിയുമ്പോൾ ഇനി കാണാൻ കൊള്ളില്ലെന്ന് ആൾക്കാർ പറയാറുണ്ട്. കേസ് മുടി വളരെ ബെറ്റർ പിന്നെ സ്കിൻഡനായിട്ട് എല്ലാവർക്കും കാണാൻ കഴിയുക. എന്തായാലും ഇനി നമുക്ക് ചായ ആയിട്ടുണ്ടോ എന്ന് നോക്കാം. ചായ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ചായ ഇങ്ങനെ വലിച്ചു കുടിക്കുന്ന ഞാൻ ഒരു മിനിറ്റ് ഇങ്ങനെ ചായ കുടിക്കണം, അതിനൊരു രസം വേറെ തന്നെയാണ് ഗൈസ്. പക്ഷേ എവിടെ നിങ്ങൾ വീട്ടിൽ വെളിയാക്കി പോകുമ്പോൾ ഇങ്ങനെ കുടിക്കരുത്, കാരണം ഇത് എല്ലാവർക്കും ഇഷ്ടമാവില്ല. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ മാത്രമുള്ളപ്പോൾ ഇങ്ങനെ കുടിക്കണം, എന്താ സുഖം എന്നറിയാമോ, അതാണ്. അപ്പോൾ പക്ഷേ നിങ്ങൾക്ക് അറിയാമല്ലോ, പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യം ഇല്ലല്ലോ. അപ്പോൾ ഇനി ചായ കുടിച്ചിട്ട് നമുക്ക് ഒന്നും കൊണ്ട് കുളിക്കണം, എന്തിനാണെന്ന് അറിയാം, അമ്പലത്തിൽ പോകണം. അതുകൊണ്ട് അപ്പോൾ ഗായ്സ് നമ്മൾ അമ്പലത്തിൽ പോകാൻ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നേരെ ഇനി അമ്പലത്തിലേക്ക് പോകാം. ഇപ്പോൾ ഒരു സമയം 6 മണി കഴിഞ്ഞു. അപ്പോൾ ഗായ്സ് നമുക്ക് നേരെ അമ്പലത്തിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നേരെ കുന്നേ അമ്പലത്തിലേക്കാണ് പോകുന്നത്. സോ എൻ്റെ ലുക്ക് ഒന്ന് കാണിക്കാൻ പറഞ്ഞല്ലേ, ഒരു വൈറ്റ് ഷർട്ടൊക്കെയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ അമ്പലത്തിലേക്ക് പോകാം. അങ്ങനെ ഗായ്സ് നമ്മൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ അമ്പലത്തേക്ക് എഴുതിയിട്ട് വീഡിയോ കാണിക്കാം. അപ്പോൾ ഗായ്സ് നമ്മളങ്ങനെ അമ്പലത്തിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിനി കയറി തൊഴാം. അമ്പലത്തിൻ്റെ അകത്ത് ചെന്നിട്ട് വീഡിയോസ് ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റില്ല, കാരണം എടുത്തരാൻ ആരും ഇല്ല, ഒന്നാമത്തെ കാര്യം. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ നിന്ന് തൊഴുതൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഗായ്സ്. അതെ, നമ്മൾ തൊഴുതെല്ലാം ഇറങ്ങി. ഇതാണ് നമ്മുടെ കുന്നേമ്പലം എന്ന് പറയുന്നത്, ആരന്മുള ശ്രീ മഹാദേവ ക്ഷേത്രം. അതെ, ഇങ്ങോട്ട് വരാൻ നല്ലൊരു വൈബാണ് ഇവിടെ. അപ്പോൾ ഗായ്സ് നമ്മൾ അമ്പലത്തിൽ തൊഴുത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നേരെ വീട്ടിലോട്ട് പോകാം. അപ്പോൾ വീട്ടിൽ കാണാം. അപ്പോൾ ഗായ്സ് നമ്മൾ തിരിച്ച് നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി വീട്ടിലെത്തി ഇനി അടുത്ത പരിപാടി എന്തെങ്കിലുമൊക്കെ നോക്കാം. സോ ലെറ്റ്സ് ഗോ. അപ്പോൾ ഗായ്സ് നമുക്കിത് വീണ്ടും കഴിക്കാം. പക്ഷെ നമ്മളിത് വീണ്ടും കഴിക്കാൻ പോകണം, മീൻസ് രാത്രി ഡിന്നർ വീണ്ടും വെള്ളയപ്പം. അപ്പോൾ ഗായ്സ് നമ്മൾ ഡിന്നറൊക്കെ കഴിഞ്ഞു, രാത്രിയിൽ മൂന്നെല്ലാം കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ രാത്രിയിൽ ഞങ്ങളിവിടെ ചോറ് അങ്ങനെ കഴിക്കില്ല, കാരണം അത്യാവശ്യം മണ്ണാൽ ഡയറ്റിലാണ്. അപ്പോൾ നമ്മൾ രാത്രി ചപ്പാത്തിയാണ് കഴിക്കുന്നത്. അപ്പോൾ പക്ഷേ ഇന്നൊരു വെറൈറ്റിക്ക് അമ്മ പറഞ്ഞു, നിൻ്റെ ബ്ലോഗിലൂടെ നീ കുറേ പറഞ്ഞിട്ടുണ്ട്, നാളെ ഇനി മൊത്തം വെള്ളയപ്പം പാലപ്പം ഒക്കെ ആയിരിക്കും, നമ്മൾ അവങ്ങ് തീർത്തേക്കാം, രാത്രിയിൽ വെള്ളയപ്പം വെക്കാമെന്ന് പറഞ്ഞു. വെള്ളയപ്പം വെച്ച് ഉണ്ടാക്കി തിന്നു, പിന്നെ കുറച്ച് ചോറും കൂടെ തിന്നു, കാരണം ഇന്നെന്തോ ചോറ് തിന്നുമെന്ന് വെച്ചൊരു ആഗ്രഹം. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല ഗൈസ്, ചിലപ്പോൾ ഞാൻ ചോറ് തിന്നും, ചിലപ്പോൾ രാത്രി വേറെ എന്തെങ്കിലും ഉണ്ടാക്കും, അങ്ങനെയാണ്. ബട്ട് ഇവിടെ മിക്കപ്പോഴും ചപ്പാത്തിയാണ് രാത്രിയിൽ, കാരണം ചപ്പാത്തി ഞങ്ങളുടെ വീട്ടിലെ ദേശീയ ഭക്ഷണമായി മാറിക്കഴിഞ്ഞു ഗൈസ്. അപ്പോൾ ഗൈസ് സത്യം പറഞ്ഞാൽ അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് ഇന്നിവിടെ നിർത്തുകയാണ്, കാരണം ഇപ്പോൾ 9 മണി ആയിട്ടുണ്ട്. സോ ഇനി പ്രത്യേകിച്ച് ഒന്നും കാണിക്കാനോ പറയാനോ ഇല്ല. ആക്ച്വലി ഇപ്പോൾ തന്നെ എന്തൊക്കെ പറഞ്ഞ് ഒപ്പിച്ച് വെച്ചേക്കാണ്. അപ്പോൾ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഇന്ന് ഇവിടെ തീരുകയാണ്. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ കിടക്കട്ടെ, ഇപ്പോൾ കിടക്കത്തില്ല, 11 മണിക്ക് കിടക്കുമ്പോഴത്തേക്കിനും. സോ ഗൈസ് അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് ഇന്നത്തെ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ബോറടിച്ചെന്നറിയാം, എനിക്കും ബോറടിച്ചു, പക്ഷേ എന്ത് ചെയ്യാനാണ് ഗൈസ്, ബോറിംഗ് ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ദിസ് ഇസ് മീ അഭിരാം സുഭാഷ്, വീണ്ടും കാണുന്നതായിരിക്കും. സൈനിങ് ഔട്ട് ഫ്രം ദിസ് വ്ലോഗ്. ബൈ ഗൈസ്.